മക്കളെ +1 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട 4 റിയാലിറ്റീസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ 4 റിയാലിറ്റീസും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ നിങ്ങളുടെ +1 ജേർണി വളരെ സിമ്പിൾ ആയിരിക്കും എന്നൊന്നും ഞാൻ പറയില്ല. എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ പോകും. അതായത് നിങ്ങൾക്ക് നല്ലോണം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ നന്നായിട്ട് എഫേർട്ടൊക്കെ എടുത്ത് പഠിക്കാൻ റെഡിയാണ്. നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ റിവാർഡ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും ചുരുക്കത്തിൽ പറഞ്ഞാൽ. എന്നാൽ ഇതൊന്നും മനസ്സിലാകാതെ നിങ്ങൾ ബ്ലൈൻഡ്ലിയാണ് +1 കയറി പോകുന്നതെങ്കിൽ നിങ്ങൾ ഷോക്ക്ഡ് ആയിരിക്കും. ഷോക്ക്ഡ് ആവാൻ പോകുന്നത് ആദ്യമൊന്നും ആയിരിക്കില്ല. ആദ്യം പഠിക്കുമ്പോൾ ടഫായിട്ട് തോന്നുമ്പം +1 ഇത് അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. അതുണ്ടാവും. പക്ഷേ ശരിക്കും നിങ്ങൾക്ക് ഷോക്ക് വരാൻ പോകുന്നത് നിങ്ങൾ ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്തായിരിക്കും. എന്തുകൊണ്ടാണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് റിയാലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം. ഫസ്റ്റ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ പരീക്ഷകളാണ്. എന്താണ് സാർ പരീക്ഷകളിൽ ഇപ്പോൾ ഇത്ര വലിയ റിയാലിറ്റി ഇരിക്കുന്നത്? SSLC വരെ നമ്മൾ പരീക്ഷ എഴുതിയിട്ടാണ് ഇവിടെ വരെ എത്തിയത്. SSLC ഫുൾ A+ വാങ്ങി എത്തിയത് വരെ ഞങ്ങളുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഞങ്ങൾ +1 എന്താ ഇപ്പോൾ പരീക്ഷകൾ ഇത്ര വലിയ സംഭവം? ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നാമത് തന്നെ പരീക്ഷകളുടെ ലെവല് കൂടും. 2 രീതിയിലാണ് കൂടുക. ഒന്ന്, SSLCയിൽ നിങ്ങൾ പഠിച്ച സിലബസ് പോലെയല്ല +1. അത് ഓൾറെഡി നമ്മൾ ഇതിനു മുമ്പൊക്കെ പറഞ്ഞുള്ള കാര്യമാണ്. നമ്മുടെ ബാച്ച് ലോഞ്ചിൻ്റെ സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്താണ് ഡിഫറൻസ്. SSLCയിലെ ഒരു ചാപ്റ്ററും +1 ഒരു ചാപ്റ്റർ കമ്പയർ ചെയ്ത് നോക്കിയാൽ 3 ഇരട്ടി കാര്യങ്ങൾ പഠിക്കാനും 3 ഇരട്ടി ഡിഫിക്കൽട്ടും എങ്കിലും ആയിരിക്കും മിനിമം. ചില ചാപ്റ്റർ +1 ഫിസിക്സിലൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിപ്പോവും മൊത്തം SSLC ഫിസിക്സിനെക്കാളും ടഫാണല്ലോ ഈ ഒരു ചാപ്റ്റർ എന്നുള്ള രീതിയിൽ വരെ തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചാപ്റ്റേഴ്സ് ടഫാണെങ്കിൽ പരീക്ഷയും ആ ലെവലിലായിരിക്കും ഉണ്ടാവുക. തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ നിങ്ങൾ കണ്ട പോലത്തെ കോമഡി പരീക്ഷ ആയിരിക്കില്ല +1 നിങ്ങൾ കാണാൻ പോകുന്നത്. കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ അത് വെച്ചുള്ള പരീക്ഷ ആയിരിക്കും വരിക. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ആ പരീക്ഷയിൽ ചെയ്യാനുണ്ടാവും. ടഫായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. ഇനി ഈ ഒരു കാര്യം കഴിഞ്ഞ 10-15 വർഷം തന്നെയായിരുന്നു. അതിൽ പുതുതായിട്ടൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ പുതുതായിട്ട് വന്നൊരു കാര്യമുണ്ട്. അതായത് +1 ഓൾറെഡി ഉണ്ടായിരുന്ന പരീക്ഷകൾ അത്യാവശ്യം ലെവലുള്ള പരീക്ഷയായിരുന്നു. ലെവൽ എന്ന് പറഞ്ഞാൽ SSLC വെച്ച് നോക്കുമ്പോൾ ലെവലായിരുന്നു. അതിൻ്റെ ലെവൽ കൂട്ടിക്കൂടി തുടങ്ങി. വെറുതെ ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല. +2ൻ്റെ കഴിഞ്ഞ വർഷത്തെ ഫിസിക്സും കെമിസ്ട്രി മാത്സും എല്ലാ സബ്ജക്റ്റിൻ്റെ പരീക്ഷകളും ടഫറായിരുന്നു. അതായത് സാധാരണ വരുന്ന വർഷങ്ങളെക്കാളും ഡിഫിക്കൽട്ടി കൂടിയ പരീക്ഷകളായിരുന്നു. അതേ സ്റ്റൈലിലായിരിക്കും ഇനി +1ലും ഇനി വരാൻ പോകുന്ന 10ാം ക്ലാസ്സുകളിലൊക്കെ ഉണ്ടാവുന്നത്. ഭാഗ്യത്തിന് നിങ്ങൾ ആ 10ാം ക്ലാസ്സിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ നിങ്ങൾക്ക് പണി കിട്ടാൻ പോകുന്നത് +1ലാണ്. പണി കിട്ടുക എന്ന് പറയുമ്പോൾ പണിയല്ല കിട്ടുന്നത്. മൊത്തത്തിൽ പേപ്പറിന് ഡിഫിക്കൽട്ടി ലെവലും സ്റ്റാൻഡേർഡ് കൂടി അങ്ങനെ വന്നാലേ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ കേരളം രക്ഷപ്പെടുള്ളൂ. അല്ലെങ്കിൽ നമ്മളെല്ലാവരും കുറേ പൊട്ടാക്കുട്ടികളുമായിട്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, നിങ്ങൾ നാളെ ഒരു നല്ല കോളേജിൽ പോകുമ്പോൾ നിങ്ങൾ മാത്രം ബാക്കിലായി പോകും. ബാക്കിയുള്ളവരൊക്കെ എല്ലാം പഠിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യും. പക്ഷേ ആ സ്ട്രഗിൾ ലോങ് ടേമിലേക്ക് നല്ലതായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? അതിന് എന്താ സാർ ചെയ്യേണ്ടത്? പരീക്ഷ ടഫ് ആവുന്നു മനസ്സിലായി. ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? നന്നായി പഠിക്കുക. നന്നായി പഠിക്കൽ ഏറ്റവും നിങ്ങളുടെ കൺട്രോളുള്ള കാര്യം എന്താണ്? നേരത്തെ തുടങ്ങുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. മറ്റേ നന്നായി പഠിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ നമുക്ക് ഇവിടെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ലല്ലോ. നേരത്തെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നന്നായി കോളും നിങ്ങളുടെ പഠനം. സിമ്പിൾ കാര്യം, പ്രാക്ടിക്കൽ കാര്യം. രണ്ടാമത്തെ കാര്യം, കോൺസെപ്റ്റ് ബേസ്ഡ് ആയിരിക്കും കൂടുതൽ നിങ്ങളുടെ പഠനം. SSLCനെയും +1നെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു വലിയ കാര്യം എന്നാണ് 10ാം ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കുറേ ബൈഹാർട്ട് പഠിച്ചാൽ മതി. സോഷ്യലൊക്കെ അല്ല തന്നെ ബൈഹാർട്ടായിരുന്നു. ബയോളജി ബൈഹാർട്ട്, കെമിസ്ട്രി ബൈഹാർട്ട് പഠിക്കും. ഫിസിക്സ് വരെ ബൈഹാർട്ട് പഠിച്ചു പോയാൽ കുറേ കാര്യങ്ങൾ എഴുതാൻ പറ്റും അല്ലേ? നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ഇലക്ട്രിക് ഷോക്കിൻ്റെ പ്രിക്കോഷൻസ്, അങ്ങനെ ബൈഹാർട്ട് പഠിച്ചിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ കുറേ ഉണ്ടായിരുന്നു. ഫിസിക്സ് വരെ ഉണ്ടായിരുന്നു. +1 അങ്ങനത്തെ ഒരു സാധനം പോലും ഇല്ല. ഫിസിക്സ് എടുത്താലും കെമിസ്ട്രി എടുത്താലും മാത്സ് എടുത്താലും ബയോളജിയിൽ ഒബ്വിയസ്ലി ഉണ്ട്. ഈ 3 സബ്ജക്റ്റിലും ബൈഹാർട്ട് പഠിച്ചവർ ഒരു കാര്യമില്ലാത്ത രീതിയിലാണ്. നിങ്ങൾ ആ കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കാതെ നിങ്ങൾ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. പരീക്ഷകൾ ടഫാവുന്നതുകൊണ്ട് തന്നെ അത് കൂടുതൽ റെലവൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ കോൺസെപ്റ്റ് ബേസ്ഡ് ലേണിംഗ്. അപ്പോൾ വ്യത്യാസം എന്താണ് വരിക? നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സ്റ്റൈല് ടെക്സ്റ്റ് ബുക്ക് ബൈഹാർട്ടാക്കുക, നോട്ട് ബൈഹാർട്ടാക്കുക, ആ പരിപാടിയായിട്ട് +1ൽ വരരുത്. നിങ്ങൾ വെറുതെ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യും. മനസ്സിലാക്കി പഠിച്ചേ പറ്റുള്ളൂ. സാർ മനസ്സിലാക്കി എങ്ങനെ പഠിക്കുക? മനസ്സിലാക്കി പഠിക്കണം. ആദ്യം നിങ്ങളൊരു ടീച്ചറെ കണ്ടെത്തുക. നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർ അടിപൊളി ടീച്ചറാണ്, മതി. ടീച്ചർ കോൺസെപ്റ്റ് മനസ്സിലാക്കിപ്പിച്ചാണ് നിങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ മതി. ഇല്ലെങ്കിൽ യു ഷുഡ് ഫൈൻഡ് സംവൺ. അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാച്ചിലോ ട്യൂഷനിലോ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായ ടെക്സ്റ്റ് ബുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളത് മതി. പക്ഷേ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചില്ലെങ്കിൽ ഡേഞ്ചറാണെന്ന് അത് അത്രയും എനിക്ക് പറയാൻ പറ്റുള്ളൂ. കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതിന് എന്ത് ചെയ്യണം അത് ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നെ അറിയാം എന്താ ചെയ്യേണ്ടത്. പക്ഷെ അത് വേണം, അത് ആവശ്യമാണ്. ഫിസിക്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജിക്കും അത് ആവശ്യമാണ്. കാരണം 10ാം ക്ലാസ്സിൽ പഠിച്ച പോലെ ബൈഹാർട്ട് പഠനമല്ല +1 ഉള്ളത്. മനസ്സിലാക്കിയിട്ട് അത് പിന്നെ ബൈഹാർട്ട് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്
+1 വരിക. അത് റിയാലിറ്റിയാണ്, മനസ്സിലാക്കിക്കോ. രണ്ടാമത്തെ റിയാലിറ്റി സിലബസ് കംപ്ലീഷൻ. സിലബസ് നിങ്ങൾ കൃത്യസമയത്ത് തീർത്തില്ലെങ്കിൽ, ഏത് പബ്ലിക് എക്സാമിൻ്റെ സിലബസ് പോലും അല്ല, ഓണം എക്സാമിൻ്റെ സിലബസ്, ഓണം എക്സാമിൻ്റെ മിനിമം ഓണം എക്സാമിൻ്റെ മുമ്പെങ്കിലും, ക്രിസ്മസിൻ്റെ മിനിമം ക്രിസ്മസിൻ്റെ മുൻപെങ്കിലും, മോഡലിൻ്റെ മുൻപെങ്കിലും നിങ്ങൾ തീർത്തില്ലെങ്കിൽ നിങ്ങൾ തോക്കും. അതാ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്, ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാറ്റിസ്റ്റിക്സ് കാണിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവിഡൻസ് കാണിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തോക്കൽ അത്രയും ചാൻസ് കുറവുള്ള ഇവൻ്റാണെന്ന് വിചാരിക്കരുത്. 20% കുട്ടികൾ എല്ലാ വർഷവും തോക്കാറുണ്ട് +1 +2. അപ്പോൾ നിങ്ങൾക്ക് വേണം തോക്കാം. സിലബസ് കംപ്ലീറ്റ് ചെയ്തില്ല നിങ്ങൾ തോക്കും. സിമ്പിൾ പരിപാടി അല്ല. ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തന്നെ പല കുട്ടികളും സ്ട്രഗിൾ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുക സിലബസ് ഓണം എക്സാമിന് തീർത്താൽ സിമ്പിൾ അല്ല, ബുദ്ധിമുട്ടാണ്, പണിയെടുക്കണം. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ പണിയെടുക്കണം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പണിയെടുക്കുന്നത് വേണ്ട. എല്ലാ ദിവസവും ഒരു 1.5 മണിക്കൂർ പഠിച്ചാൽ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ ദിവസവും പഠിക്കണം. സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ മാർക്ക് കിട്ടുമെന്ന് ഞാൻ പറയില്ല. സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് A+ പോലും കിട്ടില്ല. സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ തോക്കാതിരിക്കും, നിങ്ങൾ തോക്കില്ല. അപ്പോൾ സാർ ബാക്കി എന്താ ചെയ്യേണ്ടത്? ബാക്കി എന്ത് ചെയ്യണം? നിങ്ങൾ സിലബസ് വെറുതെ കംപ്ലീറ്റ് വെച്ചാൽ പോരാ, നിങ്ങൾ ഒരു മാസം മുൻപെങ്കിലും സിലബസ് തീർക്കണം. എന്നിട്ട് നിങ്ങൾ ആ റിവൈസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മാർക്ക് ഈ 80 ലെവലിനും 85, 90, 95 ലെവലിലേക്ക് പോകാൻ പോകുന്നു. അല്ലാണ്ട് ആ ലെവലിലേക്ക് പോകാൻ പോകുന്നില്ല. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടതും പോകാൻ പോകുന്നില്ല. സാർ 10ാം ക്ലാസ്സിൽ ഞാൻ പരീക്ഷയ്ക്ക് സിലബസും തീർത്തിരുന്നില്ല, ഓണം എക്സാം ക്രിസ്മസ് എക്സാമിന്. അവസാനം ഞാൻ ഒരു പിടുത്തം കൊണ്ട് പിടിച്ചു, A+ കിട്ടി. ഈ പരിപാടിയായിട്ട് നിങ്ങൾ +1 വന്നു നോക്കി നോക്കി, കളി മാറും. നിങ്ങൾ കരയും അവസാനം. കാരണം നിങ്ങൾ വിചാരിച്ച പോലെ നടക്കാൻ പോകുന്നില്ല. 10ാം ക്ലാസ് പരിപാടിയൊന്നും ഇവിടെ വർക്കാവില്ല. ഇത് റിയാലിറ്റി എന്തിനാ ആദ്യം പറഞ്ഞിരുന്നത് വെച്ചാൽ ആ ട്രാപ്പിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് പറഞ്ഞിട്ടും പലരും ആ പരിപാടിയൊക്കെ ഇറക്കും. അവർക്ക് +2 മനസ്സിലാവും. +2 എത്തുമ്പോൾ അവർ എൻ്റെ തന്നെ വീഡിയോ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യും, സാറേ സ്റ്റഡി പ്ലാൻ തരൂ, കറക്റ്റായിട്ട് ഞാൻ പഠിച്ചു തുടങ്ങാമെന്ന്. അങ്ങനെ കുറേ പേര് ഇപ്പോൾ +2 പഠിക്കുന്നുണ്ട്. ഓക്കെ, റിയാലിറ്റി പറഞ്ഞു, എൻ്റെ പണി ഞാൻ ചെയ്തു, ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, നേരത്തെ സിലബസ് തീർത്തേ പറ്റുള്ളൂ. ഒരു മാസം മുൻപ് തീർത്താൽ നിങ്ങൾക്ക് 90% മുകളിൽ ചിന്തിക്കാം. ഓരോ എക്സാമിൻ്റെ ഒരു മാസം മുമ്പ് തീർത്താൽ. +1 അഗ്നി ബാച്ചിൽ അതുകൊണ്ട് തന്നെയാണ് മിനിമം ഒരു മാസം മുമ്പ് നമ്മൾ ഓരോ പരീക്ഷയുടെ മുമ്പ്, ഓണം എക്സാമിൻ്റെ മിനിമം ഒരു മാസം മുമ്പ് നമ്മൾ തീർത്തിരിക്കും. സിലബസ് തീർത്തിരിക്കും. ക്രിസ്മസിൻ്റെ അതേപോലെ മോഡൽ എക്സാമിന് അങ്ങനെ തന്നെ ഡിസംബർ 39 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫുൾ +1 സിലബസ് തീരും. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് എക്സ്ട്രാ പണികളും വരും. അത് പക്ഷേ ഓപ്ഷണലാണ്. എൻട്രൻസ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ, നീറ്റോ ജെഇയോ കീമോ അങ്ങനത്തെ എന്തെങ്കിലും എൻട്രൻസ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളുണ്ടാവും. അപ്പോൾ അതിന് സെപ്പറേറ്റ് സമയം നിങ്ങൾ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അത് 10ാം ക്ലാസ് വരെ ഇല്ലായിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ കരുതണം. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് സമയം കുറേ അങ്ങനെ പോവും. അപ്പോൾ ഒരു പ്രശ്നമാണ്. പ്രശ്നം എന്ന രീതിയിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം അതിനെപ്പറ്റി. അവിടെ ഒരു സമയം എനിക്ക് വേണം എന്നുള്ള കാര്യം. അപ്പോൾ ഒബ്വിയസ്ലി കൂടുതൽ പഠിക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മലയാളം മീഡിയത്തിലാണ് ഇത്ര നാളും പഠിച്ചതെങ്കിൽ നിങ്ങൾ +1 വരുമ്പോൾ ഒബ്വിയസ്ലി അറിയാലോ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് എല്ലാം വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടും. ആ ബുദ്ധിമുട്ടിനെ സ്ട്രഗിളിലൂടെ തന്നെ അത് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. തന്നെ ഫിക്സ് ആവുമെന്ന് വിചാരിക്കരുത്. ആദ്യം സ്ട്രഗിൾ ഉണ്ടാവും. ആ സ്ട്രഗിൾ എടുക്കുക. ഓരോ മലയാളത്തിൻ്റെയും വാക്കുകൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ പഠിക്കുക, ബൈഹാർട്ട് പഠിക്കുക, തലയിൽ കയറ്റാൻ വേണ്ടി ശ്രമിക്കുക, വീണ്ടും പഠിക്കുക, റിവിഷൻ ചെയ്യുക. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഒരു 2 months എങ്കിലും നിങ്ങൾ നന്നായി പണി ചെയ്ത് കഴിഞ്ഞാൽ 2 months കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രശ്നം കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യാൻ പറ്റും. കാരണം ആദ്യത്തെ ഒരു സമയത്ത് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. പിന്നീട് നിങ്ങൾ ആ ട്രാക്കിലായിക്കോളും. പക്ഷെ ആ സ്ട്രഗിൾ വരും. ആ സ്ട്രഗിൾ വരുന്ന റിയാലിറ്റി മനസ്സിലാക്കുക. സ്ട്രഗിൾ ചെയ്യാൻ റെഡിയാവും. അതല്ലാണ്ട് വേറെ വഴിയില്ല. സ്ട്രഗിൾ ചെയ്താൽ അത് ഫിക്സ് ആവും. ക്ലിയർ ആണല്ലോ? റെഡി. ലാസ്റ്റ് കാര്യം, കുറേ പേര് ആലോചിക്കുന്നുണ്ടോ യൂട്യൂബ് ലൈവ് സാറില്ലേ, അപ്പോൾ അതിൽ ഞങ്ങൾ കണ്ട് പഠിച്ചോളാം. മക്കളെ യൂട്യൂബ് ലൈവ് കൊണ്ട് ഒരു തെറ്റുമില്ല. യൂട്യൂബിൽ ആക്ച്വലി ലൈവ് ഉണ്ടാവും. എപ്പോഴുണ്ടാകും? ഓണം എക്സാമിന് മുൻപ്, ക്രിസ്മസ് എക്സാമിന് തൊട്ട് മുൻപ്, പബ്ലിക് എക്സാമിന് തൊട്ട് മുൻപ്. ഈ ടൈം ലൈനിലായിരിക്കും ഉണ്ടാവുക. ഇനി അത് വെച്ച് മാത്രമാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ നോക്കിയേ പറ്റുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ് പോലെയല്ല. വീണ്ടും എന്താണ്, 10ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ യൂട്യൂബിൽ 1.5 മണിക്കൂർ കൊണ്ട് ഒന്ന് വേഗം പഠിപ്പിച്ച് വിടാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് മോശമില്ലാത്ത മാർക്ക് കിട്ടും. പരീക്ഷ സിമ്പിളാണെങ്കിൽ. +1 ഒരിക്കലും നടക്കില്ല. +1 ഒരു ചാപ്റ്റർ നമ്മൾ 2 മണിക്കൂർ പഠിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമുക്ക് 2 മണിക്കൂർ പഠിപ്പിക്കാം, അല്ല 1.5 മണിക്കൂർ പഠിപ്പിക്കാം. ആ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ യൂട്യൂബിൽ വെച്ച് പഠിച്ചു പോകാൻ പോകുന്നതെങ്കിൽ പരീക്ഷ വളരെ സിമ്പിളായാൽ, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഇനി അങ്ങോട്ട്, പക്ഷേ വളരെ സിമ്പിളായാൽ ഒരു പക്ഷേ നിങ്ങൾ 70%, 80% മാർക്ക് കിട്ടും, വിച്ച് ഇസ് ഓക്കെ. പക്ഷേ ഇപ്പോഴത്തെ പരീക്ഷ ലെവലിൽ പ്രകാരം നിങ്ങൾ ആ യൂട്യൂബ് ലൈവ് കൊണ്ട് മാത്രമാണ് പോകുന്നതെങ്കിൽ 60% താഴെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. മാക്സിമം പോയ 70%, മുകളിൽ നിങ്ങൾ എക്സ്പെക്ട് പോലും ചെയ്യണം. അപ്പോൾ ഇതാണ് റിയാലിറ്റി. പക്ഷേ ഈ പറയുമ്പോൾ തോന്നുന്നു നിങ്ങൾക്ക് യൂട്യൂബ് ലൈവ് വേസ്റ്റ് അല്ലേ സാർ, എന്നാൽ പിന്നെ സാറിൻ്റെ യൂട്യൂബ് ലൈവ് ഞാൻ കാണണം
എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നേരത്തെ പഠിച്ചവരാണെങ്കിൽ, നേരത്തെ ഒരു വട്ടമെങ്കിലും ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് പഠിച്ച് തീർത്തവരാണെങ്കിൽ ആ കുട്ടികൾക്ക് നിങ്ങൾ എക്സാമിന് മുൻപ് ഈ യൂട്യൂബിൽ വന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടി കിട്ടുമ്പോൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി കിട്ടുമ്പോൾ അത് രണ്ടും കൂടി ചേർന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പഠിച്ച് പോയി പരീക്ഷ എഴുതി ഈ പറഞ്ഞ 90-95ൻ്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. അപ്പോൾ യൂട്യൂബിലെ ലൈവുകൾ റിവിഷൻ എന്നുള്ള കോണ്ടെക്സ്റ്റിൽ വേണം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ചിലപ്പോൾ തോക്കാൻ പോകുന്ന ആളെ ജയിപ്പിക്കാൻ പറ്റും, പക്ഷെ അതിൻ്റെ മുകളിലേക്കൊന്നും എത്തിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല. പണ്ടത്തെ സാഹചര്യത്തിൽ പറ്റുമായിരുന്നു. പണ്ട് നമ്മൾ പറയും എക്സാമിന് മുമ്പ് +1 ലൈവിൽ ഒന്ന് കണ്ടോ നിങ്ങൾക്ക് 80-80%, ചിലപ്പോൾ 90% മുകളിൽ വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് സാഹചര്യം വേറെയായിരുന്നു. ഇന്നത്തെ സാഹചര്യം അങ്ങനെ അല്ല, വളരെ ക്ലിയർലി അങ്ങനെയല്ല. അപ്പോൾ ആ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കി മുന്നോട്ട് പോകണം, കുഴപ്പമില്ല. അത് മനസ്സിലാക്കാതെ 10ാം ക്ലാസ് പോലെയാണെന്ന് വിചാരിച്ച് പോയാൽ പ്രശ്നമാണ്. ഓക്കെ, ഈ 4 റിയാലിറ്റി പറയാനുള്ളൂ, വേറെ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്കറിയാം ഞാൻ കുറച്ച് നിങ്ങളോട് സീരിയസ് ആയിട്ട് ഹാർഷായിട്ട് സംസാരിക്കുന്നതിന് തോന്നുന്നുണ്ടാവും. അതങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം അങ്ങനെ മനസ്സിലാക്കിയാൽ, ആ ഹാർഷായിട്ടുള്ള റിയാലിറ്റി ഹാർഷായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാലേ നിങ്ങൾ ചെയ്യുള്ളൂ. വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുമില്ല, അതിൻ്റെ കോൺസിക്വൻസ് വളരെ വലുതായിരിക്കും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുകയില്ല. അതെന്തുകൊണ്ടാണ് ഉള്ള കാര്യം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പരീക്ഷയുടെ കാര്യം ടഫാണെന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴാണ് മനസ്സിലാവാറ്? നിങ്ങൾ ക്രിസ്മസിന് മനസ്സിലാവും. കാരണം എന്താ? കാരണം മിക്ക സമയത്ത് ഓണം എക്സാം ഉണ്ടാവാറില്ല. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് +1 ഓണം എക്സാം നടത്തിയില്ല. കാരണം സിലബസ് തുടങ്ങുന്ന ലേറ്റ് ആയിട്ടാണല്ലോ. പിന്നെ ഇങ്ങനെ ഓണം എക്സാം നടത്തുക. കാരണം ഓണം എക്സാമിൻ്റെ ചാപ്റ്റർ തീരില്ല, സ്കൂളിൽ തീർക്കേണ്ട സാധനമാണ്, പക്ഷെ തീരില്ല. കാരണം ലേറ്റ് അല്ലല്ലോ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ പോലും അറിയില്ല. കാരണം സ്കൂളുകൾ നടത്തുന്ന പരീക്ഷ ആയിരിക്കും, സിമ്പിളായിട്ട് നടത്തി തരും. നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം ചോദിക്കും. അപ്പോൾ അപ്പോഴും നിങ്ങൾക്ക് എക്സാമിൻ്റെ ലെവലാണ്. ക്രിസ്മസ് എക്സാം ആകുമ്പോഴായിരിക്കും അതിൻ്റെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവുക. മതിയോ? അങ്ങനെ മതിയോ? പോരാ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്ന കാര്യങ്ങൾ. നിങ്ങളൊന്നും മനസ്സിലാവേണ്ട ഇങ്ങനെ ഇരിക്കും. സ്കൂളിൽ സിമ്പിൾ എക്സാം, സിമ്പിൾ കാര്യങ്ങൾ. പക്ഷെ ലെവല് പബ്ലിക്, അതായത് ഗവൺമെൻറ് സെറ്റ് ചെയ്യുന്ന പേപ്പർ കിട്ടാമെന്ന് ഒരു പക്ഷേ ക്രിസ്മസ് എക്സാമിനായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കിളി പോകും. അത് അന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിത് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹാർഷായിട്ടാണ് പറയുന്നത്, ഹാർഷായിട്ട് തന്നെ എടുത്തോ. പക്ഷേ ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്കുണ്ടാവും. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവില്ല. ഒരുപക്ഷെ നമ്മൾ ഈ വർഷാവസാനം കാണുമ്പോൾ നിങ്ങൾ തന്നെ എന്നോട് പറയും, സാർ നന്നായി, സംഭവം കൊള്ളായിരുന്നു സാർ, അന്ന് അടിച്ചു വിട്ടത്, അതുകൊണ്ട് ഗുണമുണ്ടായി എന്നുള്ളതായിരുന്നു. അത്രേ പറയാനുള്ളൂ. ഇത് മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റി നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തൊക്കെ. നിങ്ങളുടെ ഫ്രണ്ട്സിന് മെച്യൂരിറ്റി ഉണ്ട്, അവർക്ക് എന്തായാലും ഇത് കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.